പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നോമ്പിൻ്റെ നാളുകളിൽ ഈ സന്ധ്യകളിൽ കർത്താവിനോടൊപ്പം ആയിരിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഉയർത്ത കർത്താവ്, ജയവീരനായ കർത്താവിനെ സ്തുതിക്കുവാൻ, യേശുവിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ, ലോകത്തിൻ്റെ അധിപനായ ക്രിസ്തുവിനെ പൂർണ്ണാശ്രയമായി ഞങ്ങൾക്ക് പ്രസ്താവിക്കുവാൻ കർത്താവേ, അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഈ ലോകത്തെ സകലത്തെയും ഭരിച്ചു വാഴുന്ന ജഗദീശ്വനായ ദൈവത്തെ പുകഴ്ത്തി വന്ദിക്കുവാൻ ദൈവം കൃപ നൽകിയതിനായി നന്ദി. ഇന്ന് നോമ്പിൻ്റെ 12-ാമത്തെ ദിവസം ദൈവത്തിൻ്റെ കൃപ ഞങ്ങളിൽ വ്യാപരിപ്പാൻ സഹായിക്കണമേ. ഇന്നൊരു പ്രത്യേക അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം സഹായിക്കണമേ. കടന്നു വന്നിരിക്കുന്ന ജനത്തെ ആശീർവദിക്കണമേ കർത്താവേ. ഇന്നത്തെ ആരാധനയിൽ ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങൾ ദർശിപ്പാൻ എല്ലാവരെയും സഹായിക്കും. മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുയേശു മുഖാന്തരം പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. നമുക്ക് നിൽക്കുമ്പോൾ തന്നെ ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 86-ാമത്തെ ഗീതം, നല്ല ദേവനെ ഞങ്ങൾ എല്ലാവരെയും ഇന്ന് ആരംഭിക്കുന്ന 86-ാമത്തെ ഗീതം കൊയറിനോട് ചേർന്ന് പാടാം. സങ്കീർത്തനങ്ങൾ 34 1 മുതൽ 7 വരെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സങ്കീർത്തനങ്ങൾ 34 1 മുതൽ 7 വരെയുള്ള വാക്യപ്രതിയായിട്ട് വായിക്കാം. സങ്കീർത്തനങ്ങൾ 34 1 മുതൽ 7 വരെ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ചേർത്ത് വായിക്കാം. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദ്യം ഇപ്പോഴും തന്നെ. ആമേൻ. ഇരിക്കാം. ഇന്നത്തേക്കുള്ള
ലേഖന വേദഭാഗവും വായിച്ചു കേൾപ്പിക്കും. ലേഖനപാഠഭാഗം അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പിയർ 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ. പ്രിയമുള്ളവരെ, കർത്താവിൽ ഏകചിന്തയോടിരിപ്പാൻ ഞാൻ യുവതിയെയും സുന്ദുകയെയും പ്രബോധിപ്പിക്കുന്നു. സാക്ഷാൽ ഇണയാളിയായുള്ളവയെ, അവർക്ക് തുണ നിൽക്കണം എന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കൈവീയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പുത്രൻ്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രൻ്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തന്നരുളാം എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാ, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി. സ്തോത്രം പിതാവേ, സ്തോത്രം ചെയ്യുന്നപ്പോൾ സ്തുതിക്കുന്ന കർത്താവേ, ഈ വൈകുന്നേരത്ത് കർത്താവേ ചുരുക്കം ചില പേരായിട്ട് നോമ്പാരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ ദൈവമേ, ഓരോ ഉള്ളങ്ങളെയും അറിയുന്ന ദൈവമേ, ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എത്രയോ പേര് ആശുപത്രികളിലും തെരുക്കളിലും ഇരുന്ന് അയ്യം വിളിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾക്ക് ഇത്രയും സുഖം ബലം തന്ന കർത്താവേ, നിന്നെ സ്തുതിക്കുവാൻ സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അവസരം കൂടെ തന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പോൾ സ്തുതിക്കുന്ന ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വീണ്ടെടുത്ത് കർത്താവേ കന്മലയായ പാറമേൽ നിർത്തി നിന്നെ സ്തുതിക്കും. സ്തുതി ഞങ്ങളുടെ വായിൽ തന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ. കർത്താവ് 2-3 പേര് എൻ്റെ നാമത്തിൽ ഇവിടെ കൂടിയാലും അവരുടെ മധ്യ എഴുന്നള്ളി വരുമെന്ന് പറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ മധ്യത്തിൽ വന്ന ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഓരോരുത്തരെയും ദൈവമേ രക്തം കൊണ്ട് മുദ്രയിട്ട് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഞങ്ങളുടെ സഭയെ ദൈവത്തിൻ്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്ന കർത്താവെ. സഭയിലുള്ള ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ അപ്പാ. കർത്താവെ, സഭയിൽ ശുശ്രൂഷിക്കുന്ന 2 അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ വയൽ പ്രദേശത്ത് അവർ പ്രവർത്തിക്കുമ്പോൾ കർത്താവെ, അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗത്തിൽ നിന്ന് ദാനമായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന 2 അച്ഛന്മാരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ കർത്താവെ. സുഖമല്ലാതെ ഇരിക്കുന്ന ഞങ്ങളുടെ ഗോഡ്വിനച്ഛൻ്റെ മകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിൻ്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് കാത്തുകൊള്ളണമേ, ദൂതഗണങ്ങളെ കാവൽ വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, പൈതങ്ങൾക്കിപ്പോൾ പരീക്ഷയുടെ കാലങ്ങളാണ്. ദൈവത്തിൻ്റെ അമിതമായിട്ടുള്ള കൃപയും സാന്നിധ്യം അവരെ പൊതിഞ്ഞുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ സഭയിലുള്ള സഭാ കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സംഘടനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഓരോ സംഘടനകൾക്ക് നേതൃത്വം നൽകുന്ന മക്കൾക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ, ഓരോരുത്തരും അവരെ തിരഞ്ഞെടുത്ത് വിളിക്കനുസരണമായിട്ട് ജീവിക്കുവാൻ, ഓരോ സംഘടനകളെയും നടത്തുവാൻ ദൈവിക ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന്
പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സഭയിലുള്ള ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ അപ്പാ. പിഞ്ചു പൈതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കാലാവസ്ഥയുടെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിൽ കർത്താവെ പല അസ്വസ്ഥതകളെല്ലാം ഉണ്ട്, പനി, ചുമ, അങ്ങനെയുള്ള ഇതുകളുണ്ട് ദൈവമേ. ഇത് ചിക്കൻ ബോക്സൊക്കെ ഉണ്ട് കർത്താവെ. നീ എല്ലാ മക്കളെയും കരുതിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പഠിക്കുന്ന പൈതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. 5-ാം തീയതി മുതൽ SSLC പരീക്ഷ തുടങ്ങുകയാണ് കർത്താവെ. സ്റ്റേറ്റിൻ്റെ ഞങ്ങളുടെ സഭയിലുള്ള ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. വിശേഷ ജ്ഞാനം കൊണ്ട് കർത്താവെ, സലോമോന് കൊടുത്ത ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്ന വ്യാചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞ പ്രകാരം കർത്താവെ, അവർക്ക് നല്ല ജ്ഞാനം കൊടുത്ത് പഠിച്ച പാഠങ്ങളെല്ലാം കൃത്യമായിട്ട് എഴുതുവാനുള്ള കൃപാവരങ്ങളെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, യവന പ്രായം തുച്ഛീകരിക്കപ്പെടാതെ ഇരിക്കുവാൻ ദൈവം കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കണ്ണൻ കൃഷ്ണമണി പോലെ ഞങ്ങളെല്ലാവരെയും കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബസ്ഥരായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ ആത്മാർത്ഥതയോടും ദൈവഭക്തിയോടും തങ്ങളുടെ കുടുംബങ്ങളെ കൊണ്ട് നടത്തുവാനുള്ള കൃപാവരങ്ങളെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വയസ്കരായ വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശോപ്പ നരയ്ക്കോളം ചുമക്കുമെന്ന് പറഞ്ഞ കർത്താവ് എല്ലാ മക്കളെയും കാത്തു കരുതിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശോപ്പ ഞങ്ങളെ എല്ലാവരെയും നിൻ്റെ രക്തം കൊണ്ട് കഴിയും ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിവാഹപ്രായമായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. തക്ക സമയത്ത് തക്ക തുണകളെ കൂട്ടി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന മക്കളെ നിൻ്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു പിതാവേ. അവരെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് തക്കവണ്ണം ഗവൺമെൻറ്റിലെ ജോലികൾ ലഭിപ്പാൻ, ദൈവത്തെ മഹിമപ്പെടുത്തുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബജീവിതം തുടങ്ങിയിട്ട് മക്കളില്ലാതെ ഭാരപ്പെടുന്ന മക്കളുണ്ടപ്പാ. അവർക്ക് വേണ്ടിയെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സാറയെയും റബേക്കയെയും എല്ലാം അനുഗ്രഹിച്ച ദൈവം കർത്താവെ, ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കണ്ണീരോടെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അവരെ പ്രാർത്ഥനയ്ക്കെല്ലാം ഉത്തരം കൊടുത്ത് കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഈ സഭയ്ക്ക് എതിർവശത്തുള്ള സ്കൂളുകൾക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും എല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവെ. എല്ലാവരെയും എല്ലാ തൊഴിലുകളും ചെയ്യുന്നവരെയും അനുഗ്രഹിക്കണമേ കർത്താവെ. ഡ്രൈവിംഗ് ഇതിലിരുന്ന് ഉപജീവനം കഴിക്കുന്ന മക്കളുണ്ട് കർത്താവെ. സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യുവാനോ വാഹനങ്ങളെ ഓട്ടിക്കുവാനോ എല്ലാം ദൈവം കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങൾ ഈ നോമ്പ് കാലത്ത് കർത്താവെ കൂടുതലായിട്ട് നിന്നോടടുക്കുവാനും കർത്താവെ കൂടുതലായിട്ട് ബൈബിൾ വായിച്ച് കർത്താവെ പ്രാർത്ഥനയിലുറ്റിരുന്ന് കർത്താവെ ഇരിക്കുവാനുള്ള കൃപാവരങ്ങളെല്ലാം സ്വർഗത്തിൽ നിന്ന് ദാനമായിട്ട് എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കൊയറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ മക്കളും ആത്മാർത്ഥതയോടുകൂടി വന്ന് ദൈവനാമത്തെ പാടി സ്തുതിക്കുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ആലയത്തിൽ മുട്ടുമടക്കിയിരിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ. യേശോപ്പ ബലഹീനരായിട്ടുള്ള മക്കളാണ് കർത്താവെ. ബലമുള്ള കരത്തിൽ താങ്ങിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കിടപ്പരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരെയും കരുതിക്കൊള്ളണം. എല്ലാവരെയും നിൻ്റെ വരവനായിട്ട് ഒരുക്കണം. മാനം മഹത്വം സ്വീകരിക്കണം. ഞങ്ങളെല്ലാം നിൻ്റെ വരവനായിട്ട് ഒരുക്കണം. യേശുവിന് ഇൻപമുള്ള നാമത്തിൽ എളിയ യാചനയ്ക്ക് ഉത്തരം നൽകണം നല്ല ദൈവമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം സ്വീകരിക്കപ്പെടണമേ, രാജ്യം വരണമേ, തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽപ്പെടുത്ത സകല ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ആമേൻ. ഈ സമയത്ത് കാണിക്ക ശേഖരിക്കും. 61-ാമത്തെ ഗീതം ഇരുന്നു കൊണ്ട് പാടാം. എന്നുള്ളിൽ എന്നും വസിക്കുവാൻ കാണിക്ക എടുക്കുന്ന മുറയ്ക്ക് പാട്ട് അവസാനിപ്പിക്കേണ്ടതാണ്. വസിച്ചിടുവാൻ സ്വർഗ്ഗമണ്ഡപം
പ്രാർത്ഥിക്കാം. എല്ലാ ദാനങ്ങളുടെ ഉറവയായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്നും നോമ്പ് ആരാധനയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കാഴ്ച അർപ്പിക്കുവാൻ ദൈവമേ കൃപ നൽകിയതിനായി സ്തോത്രം. അർപ്പിച്ചതിലുപരിയായി ഞങ്ങൾക്ക് അനേകവിധമായ നന്മകളെ ദൈവം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 2 കാശിട്ട വിധവയെ പ്രകീർത്തിച്ച ദൈവമേ, അനേകവിധമായ പ്രതിസന്ധികളുടെ മധ്യേ ആയിരിക്കുമ്പോഴും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ അർപ്പിക്കുവാൻ ദൈവം കൃപ നൽകുന്നതിനായി സ്തോത്രം. ഇത് ദൈവരാജ്യ മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുവാൻ ദൈവമേ സഹായിക്കണമേ. ഞങ്ങൾ തുടർന്ന് കേൾക്കുവാൻ പോകുന്ന വചന സന്ദേശത്തിനായി സ്തോത്രം. പ്രത്യേകാൽ വചനത്തിലൂടെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ അച്ഛനെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ഞങ്ങളെല്ലാവരെയും സൂക്ഷിക്കണമേ. മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുയേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. നാളത്തെ നോമ്പാരാധനയും പതിവ് പോലെ 7 മുതൽ 8:15 വരെ നടക്കും. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അച്ഛനെ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് വളരെ സ്നേഹത്തോടും ആദരവോടും ബഹുമാനത്തോടും സ്വാഗതം ചെയ്യും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്ത തിരുവചന വേദഭാഗം നാം വായിച്ചു കേട്ട ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം, അതിൻ്റെ 4-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. 4:4. കർത്താവിലെപ്പോഴും സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയും. വളരെ പോസിറ്റീവ് എനർജി നമ്മിൽ നിറയ്ക്കുന്ന വാക്യമാണിത്. പൗലോസ് അപ്പോസ്തലൻ റോമ കാരാഗൃഹത്തിൽ കഴിയുമ്പോൾ രചിക്കപ്പെട്ട ഗ്രന്ഥമായിട്ടാണ്, ലേഖനമായിട്ടാണ് ഇതിനെ മനസ്സിലാക്കുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് ഏറെ വ്യഥയോടെ ആയിരിക്കുന്ന നിമിഷങ്ങളിൽ തൻ്റെ സഭയോട്, ഫിലിപ്പിയ സഭയോട് അദ്ദേഹം പറയുകയാണ്, എപ്പോഴും സന്തോഷിപ്പിൻ. എങ്ങനെ ഒരു ജയിൽ പുള്ളിയായി കാരാഗൃഹത്തിൻ്റെ ഉള്ളറയിൽ വിചാരണ പോലുമില്ലാതെ 2 വർഷക്കാലം കഴിയുമ്പോൾ ഒരു വ്യക്തിക്ക് ഇപ്രകാരം പറയുവാനായിട്ട് കഴിയും? വിസ്താരം നടക്കുന്നില്ല, ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയാണ്. എനിക്കറിയാം, ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരാളെ പിടിക്കണമെന്ന് തോന്നിയാൽ പിടിച്ച് അകത്തിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ, പ്രത്യേകിച്ച് മലയാളികൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഇതുപോലെ ഒരു മനുഷ്യൻ തൻ്റെ ശുശ്രൂഷ ചെയ്യാതിരിപ്പാൻ, യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാതിരിപ്പാൻ കാരാഗൃഹത്തിൻ്റെ ഉള്ളറയിലേക്ക് വലിച്ചെറിഞ്ഞ് ദൈവത്തിൻ്റെ നിയമപരമായ നടപടികൾക്ക് പോലും വിധേയനാക്കാതെ ഉള്ളറയ്ക്കുള്ളിൽ അടച്ചിരിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ സഭയോട് പറയുന്ന വാക്കുകൾ, നിങ്ങൾ സന്തോഷിക്കണം. 4:6 പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുക എത്ര വേണ്ടത്. വളരെ ശ്രദ്ധേയമായ ഭാഗങ്ങളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു സാധാരണ മനുഷ്യന് പറയുവാൻ കഴിയാത്ത വാക്കുകൾ ഇവിടെ തൻ്റെ സഭയെ ബലപ്പെടുത്തുവാനായിട്ട് പറയുകയാണ്. ഇത് മാത്രമല്ല, ബൈബിളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് പല ഭാഗത്തും ഇത് കാണാനായിട്ട് കഴിയും. പൗലൂസും ശീലാസും കാരാഗൃഹത്തിൻ്റെ ഉള്ളറയിലായിരിക്കുമ്പോൾ, അകത്തെ ആമത്തിൽ ഇട്ട് പൂട്ടപ്പെടുമ്പോൾ, അത് നിസ്സാരപ്പെട്ടൊരു പൂട്ടല്ല. തൻ്റെ കൈകൾ ബന്ധിതരായിരിക്കുമ്പോൾ പോലും ആ ചങ്ങലകൾ കിലുക്കി ദൈവത്തെ പാടി സ്തുതിക്കുന്ന കാഴ്ച. അവിടുത്തെ പാറാവുകാരന് അതിശയം തോന്നുകയാണ്. കാരാഗൃഹത്തിൻ്റെ പ്രമാണിക്ക് അതിശയം തോന്നുകയാണ്. ഇതെങ്ങനെ ചെയ്യുവാനായിട്ട് കഴിയും? അതിൻ്റെ ഉത്തരമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുക എത്ര വേണ്ടത്. ഫിലിപ്പിയ സഭ പലപ്പോഴും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് കൂപ്പുകുത്തുമ്പോൾ തൻ്റെ ഈ ശുശ്രൂഷയിൽ നിലനിർത്തിയ ശുശ്രൂഷകൻ ആ സഭയെ ബലപ്പെടുത്തുന്നതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എല്ലാറ്റിലും സന്തോഷിക്കുവാനുള്ള ആഹ്വാനം, കർത്താവ് നമുക്ക് നൽകുന്ന ആഹ്വാനവും ഇത് തന്നെയാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, ഈ നോമ്പിൻ്റെ നാളുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ യേശുവിൻ്റെ പങ്കപ്പാടുകൾ, കഷ്ടതകൾ, യാതനകൾ എല്ലാം നമ്മൾ ഓർക്കുന്ന നിമിഷങ്ങളിൽ കർത്താവ്
തൻ്റെ മക്കൾക്ക് നൽകിയതും ഇത് തന്നെയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവർ കഷ്ടപ്പെടരുത് എന്ന് യേശു ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇനി ഉറങ്ങി ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. ഗെത്സമനെ തോട്ടത്തിൽ രക്തം വിയർപ്പാക്കി പ്രാർത്ഥിക്കുന്ന ക്രിസ്തുദേവനെ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ഏറെ വ്യഥയുടെ മുമ്പിലാണ് യേശു ആയിരിക്കുന്നത്. നമുക്ക് യേശു സ്ക്രീനിൽ കാണുന്നത് പോലെ താൻ അനുഭവിക്കുവാൻ പോകുന്ന യാതന മനസ്സിലാക്കുകയാണ്. പിറ്റേ ദിവസം എൻ്റെ ശരീരം വിണ്ടു കീറുവാനായിട്ട് പോകുന്നു, ചാട്ടവാറ് കൊണ്ട് താൻ അടിക്കപ്പെടുവാനായിട്ട് പോകുന്നു. കൂടാതെ ഗോൽഗോഥയുടെ നെറുകയിൽ കള്ളന്മാരുടെ ഇടയിൽ താൻ ക്രൂശിക്കപ്പെടുകയാണ്. അത് നിസ്സാരപ്പെട്ട സംഭവമൊന്നുമല്ല. നമ്മളിന്ന് ക്രൂശീകരണമൊക്കെ വളരെ എന്തോ മാന്യമായ ഒന്നൊക്കെ ആയിട്ട് കാണുകയാണ്. പക്ഷേ ഏറെ നിന്ദിതമായ, ഒട്ടും മാന്യതയില്ലാത്ത ക്രൂശ് മരണത്തിന് തന്നെ ഏൽപ്പിക്കുകയാണ്. അത് പച്ചയായ ശരീരത്തെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തുന്ന ഭീകരമായ ഈ മരണമുറയിലൂടെ യേശു കടന്നു പോകുവാനായിട്ട് പോകുന്നു. സ്വയം ശൂന്യനാക്കി ആ ബലിവേദിയിൽ യാഗമായി അർപ്പിക്കുവാൻ പോകുന്നതിൻ്റെ വ്യഥ യേശുവിനറിയാം. അതുകൊണ്ടാണ് അവസാനമായ പ്രാർത്ഥനയിൽ യേശു പറയുന്നത്, കഴിയുമെങ്കിൽ പിതാവേ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണമേ, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണമേ. നിസ്സാരപ്പെട്ട വാക്കുകളല്ല. ഒരു മനുഷ്യൻ ചാകാൻ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വന്ന ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനി ഉറങ്ങി ആശ്വസിപ്പിച്ചുകൊള്ളു, ഇനി ശല്യപ്പെടുത്താൻ ഞാൻ വരുന്നില്ല. കാരണം തൻ്റെ ദൗത്യം പൂർണ്ണമാകുകയാണ്. 3.5 വർഷം കൂടെ കൊണ്ട് നടന്ന് അവരെ ഊട്ടിയും ഉറക്കിയും ആവശ്യം വേണ്ടുന്നതെല്ലാം നൽകി ഗുരുകുല വിദ്യാഭ്യാസത്തിലൂടെ വിളിച്ചവൻ വിശ്വസ്തനാണെന്ന ബോധ്യത്തോടെ യേശു വിളിച്ചതുപോലെ അവരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മനുഷ്യ സാഗരത്തിന് മുമ്പിൽ ആ 12 പേരെയും നിലനിർത്തിയവനാണ്. അവർക്ക് പഠനത്തിൻ്റെ എല്ലാ പാഠങ്ങളും ബാലപാഠങ്ങളും നൽകി അവരെ യേശു സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടത്തിവിട്ടു. പക്ഷെ അവസാന നിമിഷവും വകതിരിവില്ലാത്തവരായി മാറുകയാണ്. ഒരുവൻ പറയുകയാണ്, ഇവനെ ഞാൻ അറിയുന്നില്ല. ഒരുവൻ ചുംബനം കൊണ്ട് അവനെ ഒറ്റിക്കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ഈ കോപ്രായങ്ങളൊക്കെ കാണുമ്പോൾ കർത്താവിന് ഇത് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ, ഇനി നിങ്ങൾ ഉറങ്ങി ആശ്വസിപ്പിച്ചുകൊള്ളുവേൻ. ഇപ്പം ഇതിൻ്റെ നടുവിലാണ് പൗലൂസ് തൻ്റെ പ്രിയ സഭയോട് പറയുന്നത്, സന്തോഷിക്കണം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഇത് കേൾക്കുമ്പോൾ നമുക്കെന്താ തോന്നുന്നത്? ധ്യാനത്തിൻ്റെ നിർവൃതിയിലായിരിക്കുന്ന സഭയോട് ക്രിസ്തുവിനെ പറയുവാനായിട്ടുള്ളത്, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന അനുഭവമാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടതില്ല, നിനക്കുള്ളത് നിനക്ക് തന്നെയാണ്. എൻ്റെ കൃപ നിനക്ക് മതി. ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവിൻ്റെ വാക്കുകൾ നിസ്സാരപ്പെട്ട വാക്കുകളല്ല. നമ്മുടെ ജീവിതങ്ങളിൽ ഏറെ ഭാരം വരുമ്പോൾ, വ്യഥകൾ വരുമ്പോൾ, വേദന വരുമ്പോൾ കർത്താവ് നമുക്ക് നൽകുന്ന ആശ്വാസവചനമാണ് സന്തോഷിക്കുവാനുള്ള ആഹ്വാനം. എത്ര പേർക്ക് അങ്ങനെ സന്തോഷിക്കാനായിട്ട് കഴിയും? നിസ്സാരപ്പെട്ട വാക്കുകളല്ല. കാരണം ചെറിയൊരു വിഷയം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ തന്നെ ഭയങ്കരമായ ആൻസൈറ്റിയാണ്, നമുക്ക് ഉത്കണ്ഠയാണ്. എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. എല്ലാം ഉള്ളിലിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ വേദനിക്കുകയാണ്. ഉത്കണ്ഠ, ആകുലത, വേവലാതി എന്നൊക്കെ നമുക്ക്, ഭയം, ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന വാക്കുകൾ. ആൻസൈറ്റി എന്ന പദത്തിന് ഇന്ന് ലോകം ആൻസൈറ്റിയുടെ മുൾമുനയിലാണ്. കാരണം നമുക്ക് കുഞ്ഞു മക്കൾ മുതൽ മുതിർന്ന ആളുകൾ വരെ, വയസ്സായ അപ്പച്ചന്മാർ വരെ സ്ട്രെസ്സാണ്. സ്ട്രെസ്സിനുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്ന ധാരാളം പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. ധാരാളം പേര് കൗൺസിലിങ്ങിനൊക്കെ വരുന്ന പലരുടെയും ആ മുഖഭാവം കാണുമ്പോൾ തന്നെ നമുക്ക് ഭീതിയാണ്. എന്താ സംഭവിക്കാൻ പോകുന്നത്? പ്രത്യേകിച്ച് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ നമുക്ക് ഹോംസുകളുണ്ട്. അവിടെ കുഞ്ഞുങ്ങളുണ്ട്. അപ്പനും അമ്മയും ഇല്ലാത്ത കുഞ്ഞുങ്ങളാണ് ധാരാളം. പലതരത്തിലുള്ള വ്യഥകളിൽ പെട്ടുപോയ കുഞ്ഞുങ്ങൾ. ഈ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ ഉത്കണ്ഠയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല, നാളെ എവിടെ പോകണമെന്നറിയില്ല. അവിടെ നമ്മുടെ ഹോസ്റ്റൽ അടച്ച വീട്ടിലേക്ക് പോകാൻ പേടിയാണ്. രണ്ടാനച്ഛൻ്റെ പീഡനമാണോ, വേദനയാണോ, എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഉത്കണ്ഠയുള്ള മുഖങ്ങളെ ഏറെ നമുക്കിന്ന് കാണാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഈ വേദനയുടെ നടുവിൽ, ഭാരത്തിൻ്റെ നടുവിൽ കർത്താവ് നമുക്ക് നൽകുന്ന എന്താ? ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ വിചാരപ്പെടാത്ത ആളുകളെക്കുറിച്ച്? സ്ലമ്മുകളിലേക്ക് പോയാൽ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ വഴിയോരങ്ങളിൽ നമുക്ക് സാധുക്കളായ ആളുകൾ അവിടെ കിടന്നുറങ്ങി അവിടെ ജീവിക്കുന്ന ജീവിതങ്ങൾ, അവരുടെ മുഖത്ത് നിങ്ങൾക്ക് ഉത്കണ്ഠയൊന്നും കാണാനായിട്ട് പറ്റില്ല. കണ്ടിട്ടുണ്ടോ? അവർ കുഞ്ഞുമക്കളൊക്കെ അവിടെ കിടന്ന് വളരെ നിസ്സാരമായിട്ട് കളിക്കുന്നത് നിങ്ങൾ കാണും.
രോഗത്തെക്കുറിച്ച് ഉത്കണ്ഠയില്ല. എന്താ, വഴിയോരങ്ങൾ കഴിയുന്നവരാണ്, അഴുക്കച്ചാലുകളുടെ ഇടയിൽ കഴിയുന്നവർ. ഞങ്ങൾ UTC പഠിക്കുമ്പോൾ, ബാംഗ്ലൂർ പഠിക്കുമ്പോൾ, അവിടെ സ്ലമ്മുകൾ ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക്, അതായത് ബിഡിക്കൊക്കെ പഠിക്കുന്ന MDHനൊക്കെ പഠിക്കുന്നവർക്ക് വീതിച്ച് നൽകും. ഇന്ന സ്ഥലത്ത് നിങ്ങൾ പോകണം, അവർക്ക് ട്യൂഷൻ പഠിപ്പിക്കണം. ചില ആളുകൾക്ക് പകൽ വീടുകളിലായിരിക്കാൻ പോകേണ്ടത്, അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമുകളിൽ. ഇവിടെ പോകുമ്പോൾ ദൈന്യതയുടെ മുഖങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇപ്പോൾ ഇവിടെയുള്ള നമ്മുടെ CSI സ്ലമ്മ് തന്നെയുണ്ട്. അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് CSIക്ക്. അതിൻ്റെ കീഴിൽ അത് അഴുക്ക് ചാലിൻ്റെ മുകളിൽ ഷീറ്റ് വിരിച്ച് കെട്ടി താമസിക്കുന്ന പാവപ്പെട്ട ആളുകൾ. 1-2 അല്ല, 100 കണക്കിന് കുടുംബങ്ങൾ. അവിടെ കുഞ്ഞുങ്ങൾ വളരുന്നുണ്ട്, സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഒന്നിനെക്കുറിച്ചും വിചാരമില്ല. പനി വന്നാൽ, നമ്മളിപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ വെപ്രാളമാണ് കുഞ്ഞുങ്ങൾക്ക്, അല്ലേ? പക്ഷെ അവരതിനെക്കുറിച്ച് ബോധേടാണോ? നാളെ എന്തെന്ന് നമുക്കറിയോ? നാളെ ആഹാരം കിട്ടുമോയെന്നറിയോ? നമുക്ക് എന്തെങ്കിലും ചെറുത് വന്നാൽ മതി. ഒന്ന്, ശരീരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പല ചിന്തകളാണ്. പക്ഷെ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. അതാ കർത്താവ് നമ്മെ പുലർത്തും എന്ന വചനം കൊണ്ട് അർത്ഥമാക്കുന്നത്. കർത്താവ് നമ്മോട് കൂടെയുണ്ട് എന്ന ആ ആശ്വാസം. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ വളരെ ഒട്ടും അലലില്ലാത്തവരാണ്. കാരണം ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാത്തവരാണ്. കാരണം അവരെന്തുകൊണ്ടാണ് അത്രയേറെ ആകുലപ്പെടാത്തത്? കാരണം അപ്പനും അമ്മയും കൂടെയുണ്ട് എന്ന വിശ്വാസമാണ്. അവർ ഭാരപ്പെടേണ്ട, എൻ്റെ അപ്പൻ കൂടെയുണ്ട്, എൻ്റെ അമ്മ കൂടെയുണ്ട്. ഒരിക്കൽ നമ്മുടെ ഒരു കാപ്പിപ്പൊടി അച്ഛനുണ്ടല്ലോ, നിങ്ങൾക്കറിയാമായിരിക്കും. വളരെ ചിന്തയൊക്കെ എഴുതുന്ന ഒരു അച്ഛൻ, അല്ല ചിന്തകനാണ് അദ്ദേഹം. ഒരു തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരു മകൻ ഓപ്പറേഷന് വിധേയനാകാൻ പോവുകയാണ്. അതിന് തൊട്ട് മുമ്പ് അവനെ ഐസൊലേഷൻ വാർഡിലേക്ക് പ്രവേശിക്കപ്പെട്ടു. അവിടെ കിടക്കുമ്പോൾ എന്നും അപ്പൻ്റെയോടൊപ്പം ചേർന്ന് കിടക്കുന്ന മോൻ. അമ്മ മരിച്ചുപോയി, അപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കിടക്കുന്ന മകൻ്റെ അടുക്കിലേക്ക് പോകാൻ പറ്റില്ല. അന്ന് അതിരാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് അതിൻ്റെ ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അപ്പൻ മോനോട് അവസാനമായി പറയുക, ഞാൻ ഇവിടെ തന്നെയുണ്ട്, ചുവരിൻ്റെ മറുവശത്ത് ഞാനുണ്ടാകും, ഞാൻ നിനക്കായി പ്രാർത്ഥിക്കും, ഞാൻ നിൻ്റെ ചാരത്ത് നിൽക്കുന്നുണ്ട്. അപ്പൻ ഇങ്ങനെ ചേർത്ത് പിടിച്ച, ഇങ്ങനെ കരങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന അനുഭവം മോനത് കേൾക്കുന്നുണ്ട്. അപ്പുറത്തെ ചെരുവിന് അപ്പുറമാണ് അവൻ കിടക്കുന്നത്. നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ചിലപ്പോൾ മരണമുണ്ടാകാം. പ്രധാനപ്പെട്ട ഒരു മേജർ ഓപ്പറേഷന് വിധേയനാകുവാൻ പോകുന്ന മകൻ. വീണ്ടും ആ മോൻ ആവശ്യപ്പെട്ടു, അപ്പൻ എനിക്ക് ഒന്നും കൂടെ കാണണം, കാരണം മകനും പേടിയുണ്ട് മരിച്ചു പോകാം. അപ്പനകത്ത് കണ്ണുനീരോടെ ഓടി വരുമ്പോൾ ചോദിച്ചു, അപ്പനേക്കാൾ സ്നേഹമുള്ളവനാണോ യേശു? ക്രിസ്തീയ കുടുംബമാണ്. അപ്പം എപ്പോഴും പറയും, യേശു നിന്നെ കാത്തുകൊള്ളും, നിന്നെ പരിപാലിക്കും. അപ്പോൾ ഈ മോൻ, വളരെ പ്രായമൊന്നുമില്ലാത്ത മോൻ അപ്പനോട് ചോദിക്കുകയാണ്, അപ്പനേക്കാൾ സ്നേഹമുള്ള വ്യക്തിയാണോ യേശു? അപ്പൻ പറഞ്ഞു, തീർച്ചയായിട്ടും മകനെ, അപ്പനേക്കാളേറെ സ്നേഹിക്കുന്ന ഒരപ്പനാണ് യേശു. എന്നെ കേൾക്കുന്ന സഭയെ, നമുക്കൊരു പിതാവുണ്ട് എന്ന ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. കഷ്ടത വരുമ്പോൾ, പരീക്ഷകൾ വരുമ്പോൾ, പരീക്ഷണങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ വ്യഥകളേറെ വരുമ്പോൾ, എന്താണ് നാളെ എന്നറിയാതിരിക്കുമ്പോൾ, മക്കൾക്ക് ഏറെ വലിയൊരു ദൈന്യത കടന്നു വരുമ്പോൾ, ഭാരങ്ങൾ കടന്നു വരുമ്പോൾ, ഈ അരുമനാഥൻ കൂടെയുണ്ട് എന്ന് വിശ്വസിപ്പാനായിട്ട് കഴിയുമോ? അതാണ് നമ്മുടെ കാര്യം. പലപ്പോഴും നമ്മുടെ അമ്മമാർക്ക് ഭയങ്കര പ്രശ്നമാണ്, സ്ട്രെസ്സാണ് മക്കളെക്കുറിച്ച്. അപ്പോഴും നമുക്ക് എന്തുകൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല? നമ്മളെക്കാൾ ഉപരി നമ്മുടെ ചാരത്തിരിക്കുന്ന, എൻ്റെ മകളുടെ ചാരത്തിരിക്കുന്ന, എൻ്റെ കുടുംബത്തിൻ്റെ ചാരത്തായിരിക്കുന്ന ഒരു അരുമനാഥനുണ്ട്. അവൻ പറയുകയാണ്, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പൗലോസ് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. കാരണം നമ്മോടൊപ്പമുള്ളവൻ നമ്മെ ഒരു നാളും അനാഥനായി വിടാത്തവനാണ്. കണ്ണുകൾ അടയ്ക്കാമോ? ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് എന്നോട് കൂടെയുണ്ട് എന്ന് എന്നെ പഠിപ്പിച്ചതിനായിട്ട് നന്ദി. ഏത് വിഷമഘട്ടങ്ങളിലും നീ സന്തോഷിച്ചോ എന്ന് പറയുന്ന അരുമനാഥൻ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട എന്ന് പറയുന്ന അരുമനാഥൻ, നമുക്ക് ആ വിശ്വാസമുണ്ടെങ്കിൽ, യേശു കൂടെയുണ്ട് എന്ന വിശ്വാസമുണ്ടെങ്കിൽ, ഏത് കടമ്പയും ചാടിക്കടക്കുവാനായിട്ട് കഴിയും, ഏത് പ്രശ്നങ്ങളും അതിജീവിച്ച് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയും. പ്രാർത്ഥിക്കാമോ? ഏറെ ഭാരങ്ങളും പേറി കടന്നു വന്നവരുണ്ട്. ഈ നോമ്പിൻ്റെ നാളുകളിൽ ഏറെ ദൈവസന്നിധിയിൽ അർപ്പിച്ച നൊമ്പാചരണത്തോടെ, വ്രതശുദ്ധിയോടെ ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്നവർ
ഞങ്ങൾക്കേറെ ആഗ്രഹമുണ്ട്, സ്വപ്നങ്ങളുണ്ട്. കർത്താവ് ജീവിതത്തിൽ കണ്ട ഭാരങ്ങൾ മാറണമെന്ന് ആഗ്രഹമുണ്ട്. മക്കളെ കുറിച്ച് ഹൃദയവ്യഥയുണ്ട്. ഏറെ ഭാരത്തോടെ കടന്നു വന്നവരെ യേശു കാണും. അവൻ നമ്മോട് പറയുകയാണ്, നീ ഭാരപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിനക്ക് സന്തോഷിക്കുവാനായിട്ട് കഴിയണം. അപ്പൻ കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടെ സന്തോഷത്തോടെ മടങ്ങാവൂ. അവനെല്ലാം നിർവഹിക്കുന്ന ദൈവമാണ്. അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടികർത്താവാണ് നമ്മുടെ അപ്പച്ചൻ. കർത്താവിനോട് പറയുവാൻ മക്കളെന്ന അധികാരത്തോടെ, അപ്പാ, മകനായ ഞാൻ, മകളായ ഞാൻ, നീ കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടെ ഒരലലുമില്ലാതെ ലോകത്ത് ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അബ്ബാ പിതാവേ എന്ന് വിളിപ്പാൻ പുത്രത്വത്തിൻ്റെ അധികാരം നൽകിയ യേശു നമ്മോട് കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരട്ടെ. അബ്ബാ പിതാവേ എന്ന് വിളിപ്പാൻ പുത്രത്വത്തിൻ്റെ അധികാരം നൽകിയവൻ്റെ ചാരത്ത് ഞങ്ങളായിരിക്കും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ യേശു അപ്പച്ചൻ കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ പിതാവ് ഞങ്ങളോട് കൂടെയുള്ളതിനായിട്ട് നന്ദി. കർത്താവേ, ഞങ്ങൾ ആമുഖമായി പാടിയതുപോലെ ശരണം ശരണം ശരണം, അങ്ങിൽ മാത്രം ശരണപ്പെടുന്ന ജീവിതമാണ് ഞങ്ങളുടേത്. കർത്താവേ, അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടികർത്താവേ, ജഗത് പരിപാലകനായ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ താഴുന്നു. വിധേയത്തോടെ ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. പിതാവായ പുത്രനായ പരിശുദ്ധാത്മാവായ ദൈവം കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടെ അങ്ങേ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു. ധൈര്യത്തോടെ മുമ്പോട്ട് പോകുവാൻ ശക്തി ഞങ്ങൾക്ക് ദാനമായിട്ട് നൽകണമേ. അങ്ങ് ഞങ്ങളോടൊപ്പം പോരണമേ, ഞങ്ങളോടൊപ്പമായിരിക്കണമേ. ഈ വിഷമഘട്ടങ്ങൾ ചാടിക്കടക്കുവാൻ ശക്തി പ്രദാനം ചെയ്യണമേ. ഞങ്ങളെല്ലാവരെയും യേശു തൊട്ടതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ആശീർവാദം പിതാപുത്ര പരിശുദ്ധാത്മാവായി ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ഞങ്ങളോടും ഞങ്ങളുടെ സഭയോടും ഈ ദേശത്തോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.